ഈ കാട്ടിൽ താമസിക്കുന്ന നമ്മൾ ഒരു പൗരാവകാശവും വേണ്ടത്ര ലഭ്യമല്ലാത്ത ഒരു പാവം സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധിയായ ഒരാൾ അങ്ങനെ നിശബ്ദനായി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ രീതിയോ സാമാന്യ മര്യാദയോ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രതിഷേധിച്ചപ്പോ സംഭവിച്ച ഒരു കേസിന്റെ പേരിലാണ് ഇന്നലെ രാത്രിയിൽ വന്ന് അൻവറിനെ വലിയ പോലീസ് സന്നാഹത്തോടു കൂടി അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൊതുമുതൽ നശിപ്പിച്ചതാണ് ഇതിലെ കാരണമെങ്കിൽ ലോകത്തിലെ സകലമാന മീഡിയകളും കണ്ണു തുറന്നിരിക്കുന്ന സമയത്ത് നിയമസഭ അടിച്ചു തകർത്ത് പൊതുസമൂഹത്തിൽ മുമ്പിൽ നിൽക്കുന്നവർക്കെങ്കിലും മിനിമം അവകാശപ്പെട്ടതാണ്. മിനിമം എല്ലാവർക്കും അത് ആവശ്യമാണ്, അവകാശമാണ്. പക്ഷെ എന്നാൽ ഒരു ജനപ്രതിനിധിയൊക്കെ ആകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു ജനാധിപത്യ അവകാശമുണ്ട്. അതുപോലും പാലിക്കാത്ത ഇത്ര വൃത്തികെട്ട, ഇത്ര പ്രതികാര ഭ്രാന്തുള്ള ഒരു സർക്കാരിനെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ ആ പ്രശ്നത്തെയാണ് ഞാൻ പറയുന്നത്. അൻവർ ഇന്നലെ അദ്ദേഹം നടത്തിയ സമരം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതൊക്കെ വേറെ വിഷയമാണ്. അത് കേരളത്തിലെ ഈ കുടിയേറ്റ കർഷകരുടെ ഇടയിൽ നടക്കുന്ന സമരങ്ങൾ ഒരുപാട് ന്യായങ്ങളുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയാലും കൊടി മാറുന്നത് കൊണ്ട് അതിന് പ്രാധാന്യം ഇല്ലാതാവുന്നില്ല. പക്ഷെ ഇന്നലെ അൻവറിന്റെ അറസ്റ്റിന് കാരണമാകുന്ന വിഷയം ഞാൻ വീണ്ടും പറയാണ്. സ്വന്തം മണ്ഡലത്തിലെ അതീവ ന്യൂനപക്ഷമായ സമുദായത്തിൽപ്പെട്ട ഒരു പാവം മനുഷ്യന്റെ തന്റെ മകനെ ഹോസ്റ്റലിൽ കൊണ്ടുപോക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷ എന്താണ്, സ്വപ്നം എന്താണ്? എത്ര ചെറിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ് അവർ കൊല്ലപ്പെടുമ്പോൾ അവിടുത്തെ ഒരു നിയമസഭാ സാമാജികൻ മിണ്ടാതിരിക്കണോ? അദ്ദേഹം ഒരു പ്രതിഷേധത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ലേ? ഇതൊക്കെ വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒരു സംഭവമാണ്. അവിടുത്തെ ആളുകൾ ഇടിച്ചു കയറി ഓഫീസിലേക്കൊക്കെ കയറുന്നത്. പക്ഷെ ആസൂത്രിതമായിട്ടൊരു നിയമസഭ തകർത്തിട്ട് ആ നിയമസഭ എന്റെ ഒക്കെ തലന്റെ മുകളിലൂടെയാണ് ഈ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സഞ്ചരിച്ചു പോയത്. ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഞാൻ അന്ന് നിയമസഭയിൽ അംഗമാണ്. പച്ച തോന്നിവാസം പരസ്യമായിട്ട് നിയമസഭയിൽ കാണിച്ച ആള് ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുക. എന്നിട്ട് കൂട്ടത്തിലുള്ള ആളുകൾ പോയാൽ നട്ടപ്പാതിരക്കും അൻവറിനെ വിളിച്ചാൽ അൻവർ പോവില്ല. അൻവർ വിളിച്ചോടുവോ? അയാളൊരു MLA അല്ലേ? അയാൾ അങ്ങനെ വിളിച്ചോടിയിട്ടില്ലല്ലോ. അയാൾ എന്നിട്ട് അറസ്റ്റ് ചെയ്തോട്ടെ. അൻവറിനോട് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞാൽ അൻവർ ചെല്ലുന്നില്ലെങ്കിൽ ഉച്ചക്ക് അറസ്റ്റ് ചെയ്യട്ടെ, രാത്രി വീട് വളയട്ടെ. ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഏറ്റവും അവസാനം ചെയ്യേണ്ട പ്രക്രിയയാണ്. ഇവരാരാ ഉപദേശിക്കുന്നത്? ഇവർക്ക് പ്രതികാരത്തിന്റെ ഭ്രാന്താണ്. പക്ഷെ അത് എത്ര കാലം പോകും എന്നുള്ളത് കണ്ടു തന്നെ നമുക്കറിയാവുന്ന കാര്യം. ഈ അൻവർ ഉയർത്തിയ വിഷയം അത് ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണെങ്കിൽ അന്ന് റാലി നടത്തുന്ന സമയത്ത് അൻവർ മുഹമ്മദ് ബഷീർ അടക്കമുള്ളവരെ വിളിച്ചിരുന്നു. അന്ന് എന്താ പിന്തുണയ്ക്കുന്നത്? അല്ല, പിന്തുണക്കാത്ത പ്രശ്നമൊന്നുമല്ലല്ലോ. അതിപ്പോ ഒരു ഇഷ്യൂസ് വിളിക്കുമ്പോൾ അതിന്റെ പല കാരണങ്ങൾ ഉണ്ടാവും. ഫലസ്തീൻ ഇഷ്യൂ വന്നിട്ട് CPM വിളിച്ചാൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഫലസ്തീൻ ഇഷ്യൂ മോശമാണ് അതിനർത്ഥം. അതൊക്കെ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസുകൾ ഉണ്ടാവും. അതൊന്നും രാഷ്ട്രീയമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതും ഇന്നലെ നടന്ന മരണവും മരണത്തോടനുബന്ധമായിട്ട് അൻവർ നടത്തിയിട്ടുള്ള സമരവും ആ ഗണത്തിൽ പെടുത്താവുന്നതല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് വീണ്ടും പറയണു, അൻവറിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവർ ഉയർത്തിയ രാഷ്ട്രീയത്തോട് കേരളത്തിന്റെ ഭരണകൂടം ചെയ്തിട്ടുള്ള തോന്നിവാസമാണ്. തോന്നിവാസം ഇതിൽ പറയേണ്ടത് തോന്നിവാസമാണ്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ ഇനി അൻവറിന്റെ പൊളിറ്റിക്സ് എന്താവും, അതിനോട് UDF എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊന്നും ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സർക്കാരാണ് കേരളത്തിലുള്ളത്, അതിനെതിരെ ഞങ്ങളുടെ കടുത്ത പ്രതിഷേധമുണ്ട്. ഈ വിഷയത്തിലുള്ള അൻവറിന്റെ നിയമ പോരാട്ടത്തിന് ലീഗിന്റെ പിന്തുണയുണ്ട്. അൻവറിന്റെ ഈ വിഷയത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങളുടെ മാനസികമായ പിന്തുണയുണ്ട്. ഒരു പൊളിറ്റിക്കലി ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പാർട്ടിയാണ് പറയുന്നത്. ഞങ്ങൾ ആ വിഷയത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതികരിക്കുന്നത്.